ഉൽപാദന മേഖലയ്ക്ക് മുൻതൂക്കം നൽകി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിന്മേൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ സെമിനാർ എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഗ്രാന്റ് ഉൾപ്പെടെ ആകെ 1,99 ലക്ഷം രൂപയാണ് 2025-26 വർഷത്തെ പദ്ധതികൾക്കായി പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ച തുക. വികസന ഫണ്ടിനത്തിൽ 8,29,07,000 രൂപയും ലഭിച്ചു. ഇവയിൽ നിന്നും ഉൽപാദന മേഖലയ്ക്ക് 1,05,17,760 രൂപയും, സേവന മേഖലയ്ക്ക് 4,70,82,840 രൂപയും, പശ്ചാത്തല മേഖലയ്ക്ക് 66 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഇവയുടെ യഥാവിധിയുള്ള വിനിയോഗം ഉൾപ്പെടെയുള്ളവ ബന്ധപ്പെടുത്തിയാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ സെമിനാർ മണ്ഡലം MLA എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നൂതന ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് കാലാനുസൃതമായ മാറ്റങ്ങളോടെയായിരിക്കണം വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകേണ്ടതെന്ന് MLA പറഞ്ഞു. നമ്മൾ 30 വയസ്സിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ 5 വയസ്സുകാരൻ പ്രതികരിക്കും, 5 വയസ്സുകാരി പ്രതികരിക്കും. അപ്പൊ അങ്ങനെയെല്ലാമുള്ള വിസ്മയകരമായ ഒരു ശാസ്ത്ര ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പഴയ ആയുധങ്ങളും പഴയ ശീലങ്ങളും പഴയ സമീപനങ്ങളും പഴയ മനോഭാവങ്ങളും വെച്ച് ഉള്ള ഒരു വികസന പ്രക്രിയയിലേക്ക് പോകാൻ കഴിയില്ല. കാലത്തെ എല്ലാ പ്രവർത്തന രീതികളെയും എല്ലാ പദ്ധതി പ്രവർത്തനങ്ങളെയും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ കഴിയൂ. കാലോചിതമാക്കണം. അപ്പൊ അങ്ങനെ കാലോചിതമാക്കണമെങ്കിൽ അതിന് വളരെ ഭാവനാസമ്പന്നമായ വളരെ സർഗാത്മകതയോടുകൂടിയുള്ള പ്ലാനിങ് നടക്കണം. അപ്പോഴാണ് നമ്മുടെ ഒരു വികസന സെമിനാർ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ വിഭവ സമാഹരണ സാധ്യതകൾ, വികസന സാധ്യതകൾ, ആ വികസനവുമായി ബന്ധപ്പെട്ടുള്ള വിഭവ സമാഹരണം എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും, അപ്പൊ തീരെ വികസന പ്രക്രിയ നടക്കാത്ത പ്രദേശങ്ങളിൽ എങ്ങനെ വികസനം ഉറപ്പുവരുത്താം. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി അധ്യക്ഷയായി. നൂതനവും വരുമാനദായകവുമായ പദ്ധതികൾ ഇത്തവണ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി കൃഷ്ണനാണ് കരട് പദ്ധതി അവതരിപ്പിച്ചത്. ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടകയം, കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രവി, കോടമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ മനോജ്, കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK നാരായണൻ, വെസ്റ്റ് ലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഭൂപേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV ചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K പത്മകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് കുത്തിയത്തോട്ടിൽ, ഷോബി ജോസഫ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CM സുഹാസ് സ്വാഗതവും ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ PK ജയരാജ് നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.